7 പെഡസ്റ്റലുകൾ. ഡസ്റ്റ്ബിൻ. ബസർ അടിക്കുമ്പോ ആരെയാണോ പുറത്താക്കേണ്ടത് ആളുടെ ആ ഒരു ബോക്സ് എടുക്കുക. ഇതിനുള്ളിൽ ആദ്യം വീഴുന്നത് ആരാണോ അവര് മത്സരത്തിൽ നിന്ന് പുറത്താവും. അതെ അതെ അതെ. പിന്നെ രണ്ടാമത്തെ ബസ്സിൽ രണ്ടുപേര്. ആദ്യ റൗണ്ടിൽ ഒരാളും രണ്ടാമത്തെ റൗണ്ടിൽ 2 പേരും മൂന്നാമത്തെയും നാലാമത്തെയും റൗണ്ടിൽ ഒരാൾ വീതവും എന്ന ക്രമത്തിലാണ് മത്സരത്തിൽ നിന്നും പുറത്താക്കപ്പെടുന്നത്. നിയമങ്ങളൊന്നുകൂടി വായിക്കണോ? നിയമങ്ങൾ. ലിവിംഗ് ഏരിയയുടെ ഒരു വശത്ത് 7 പെഡസ്റ്റലുകളും പെഡസ്റ്റലുകളിലായി നിങ്ങൾ ഓരോരുത്തരുടെയും ഫോട്ടോ ഒട്ടിച്ച ബ്ലോക്കുകളും ഒരു ഡസ്റ്റ്ബിന്നും ഉണ്ടാവും. ബസർ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നാലും ഓടിപ്പോയി ആരെയാണോ പുറത്താക്കാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ ചിത്രമുള്ള ബ്ലോക്ക് എടുത്ത് ഡസ്റ്റ്ബിന്നിൽ ഇടുക. ആരുടെ ഫോട്ടോയുള്ള ബ്ലോക്കാണോ ആദ്യം ഡസ്റ്റ്ബിന്നിൽ വീഴുന്നത് ആ വ്യക്തി മത്സരത്തിൽ നിന്നും പുറത്താക്കപ്പെടും. ഇത്തരത്തിൽ 4 റൗണ്ടുകൾ ഉണ്ടായിരിക്കും. ആദ്യ റൗണ്ടിൽ ഒരാളും രണ്ടാമത്തെ റൗണ്ടിൽ 2 പേരും മൂന്നാമത്തെയും നാലാമത്തെയും റൗണ്ടിൽ ഒരാൾ വീതവും എന്ന ക്രമത്തിലാണ് മത്സരത്തിൽ നിന്നും പുറത്താക്കപ്പെടുന്നത്. 4 റൗണ്ടുകൾക്കും ഒടുവിൽ അവശേഷിക്കുന്ന 2 പേരിൽ ഒരാൾക്ക് മാത്രമായിരിക്കും സമ്മാനത്തുകയായ 3.5 ലക്ഷം രൂപ ലഭിക്കുന്നത്. അതിനുള്ള അറിയിപ്പ് പിന്നീട് ലഭിക്കുന്നതാണ്. ഗുഡ് ലക്ക് ബിഗ് ബോസ്. ശ്രദ്ധിക്കുക, ഇതൊരു ഫിസിക്കൽ ടാസ്കിനുമപ്പുറം തത്വപരമായും യുക്തിപരമായും സമീപിക്കേണ്ട ഒരു ടാസ്കാണ്. ഓരോ വ്യക്തികളുടെയും പേരിലുള്ള 50,000 രൂപയുടെ ബ്ലോക്കുകളിലൂടെ 3.5 ലക്ഷം രൂപ ഒടുവിൽ എത്തിച്ചേരുന്നത് നിങ്ങളിൽ ഒരേ ഒരു വ്യക്തിയുടെ കൈകളിൽ മാത്രമായിരിക്കും. എല്ലാവരും റെഡിയല്ലേ? റെഡിയാണ്. ഇനി ഇരിക്കണ്ട, എല്ലാവർക്കും പിരിഞ്ഞു പോകാം. സ്വന്തം ജോലികൾ തുടരാം. ബസർ കേൾക്കുമ്പോൾ ബുദ്ധി അത് ഉപയോഗിക്കുക. 7,50,000. അപ്പൊ എത്രയും 3.5 ലക്ഷം. ഇപ്പൊ നോക്കി 2 അറിയിപ്പ് ലഭിക്കാതെ പ്രോപ്പർട്ടി തൊടാൻ പാടില്ല. 2 ബസർ കേൾക്കുമ്പോൾ മാത്രം. അതുപോലെ ചുറ്റും കൂടി നിൽക്കാൻ പാടില്ല.